സോ ഇവിടെ മൂന്നാമത്തെ പ്രോബ്ലമാണ് തന്നിരിക്കുന്ന PDF പേജ് 123 അവൈലബിൾ ആണ്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: കൺസിഡർ എ ബാർ ഷോൺ ഫിഗർ ആൻഡ് ആക്സിയൽ ലോഡ് ഓഫ് 200 kN ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് P. ദെൻ ദ ഏരിയ ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് A1 ഈസ് മാർക്ക്ഡ് ആസ് A1 is equal to 2400 mm². അതെന്ന് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ ഈ കാണുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ. ദെൻ അതിൻ്റെ യങ്സ് മോഡുലസ് വാല്യൂ E1 is equal to 70 × 10⁹ Nm/m². ദെൻ രണ്ടാമത്തെ എലമെൻറ്റിൽ ഏരിയ A2 is equal to 600 mm² ആണ്. ആൻഡ് E2 is equal to 200 × 10⁹ Nm/m². ഓക്കെ, സോ E1 ആൻഡ് E2 ഡിഫറൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് രണ്ട് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ അസംബിൾ ചെയ്യാനുള്ളത്. ദെൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രെസ് ഇൻ ഈച്ച് എലമെൻറ്റ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആദ്യം അതിനകത്ത് ചെയ്യാവുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം തന്നെ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം രണ്ട് ഡിഫറെൻറ്റ് എലമെൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു സിംഗിൾ എലമെൻറ്റിന്, അതായത് 1D ബാർ എലമെൻറ്റ് ഇക്വേഷൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം ഈ ഓരോ എലമെൻറ്റിനും 1D ബാർ എലമെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ ഷേപ്പ് ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം ഡേറ്റസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് U1 1 എന്ന എലമെൻറ്റിൻ്റെ രണ്ട് പോയിൻറ്റ്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ്, നമ്മൾ ആ ഫോഴ്സ് വെക്ടറിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു: F1 F2 is equal to AE/L into 1 minus 1 minus 1 1 stiff displacement value into U1 U2 എന്നൊരു ജനറൽ ഇക്വേഷൻ നമ്മളോട് നോക്കിയായിരുന്നു. ഒരു 1 ഡയമെൻഷണൽ ബാർ എലമെൻറ്റ് വിത്ത് 2 നോട്ട്സ് 1 and 2 രണ്ട് നോഡുള്ള കേസിൽ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തും U1 ആൻഡ് U2ൻ്റെ വാല്യൂസ് ഉണ്ട്. ദെൻ AEL ഈ വാല്യൂസ് എല്ലാം ഗിവൺ ആണ്. ദെൻ F1 F2ൻ്റെ വാല്യൂസും കൂടെ നമുക്ക് ഈ ജോമെട്രിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് U1 U2 ഡിസ്പ്ലേസ്മെൻറ്റ്സ് കണ്ടുപിടിക്കാം. ഞാൻ ഈ പറഞ്ഞ രണ്ടെണ്ണം ഫോർ ദി എലമെൻറ്റ് 1ൻ്റെ കേസിലുള്ളതാണ്. ഫസ്റ്റ് എലമെൻറ്റിനാണ് ഈ കേസിൽ. രണ്ടാമത്തെ എലമെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻസ് F2 F3 എന്നാവും. AE/L × 1 minus 1 minus 1 1 U2 U3 എന്നാവും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കേസിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. F1 F2 is equal to ഫസ്റ്റ് എലമെൻ്റ് ആണ്. സോ ഏരിയ തന്നിരിക്കുന്നത് എത്രയാണ്? 2400 mm². ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ തന്നേക്കുന്ന എല്ലാ ഡേറ്റയും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഡേറ്റയും മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂസ് കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും ചെറിയ മില്ലിമീറ്റർ വാല്യൂസേ വരത്തുള്ളൂ. സോ എല്ലാം മില്ലിമീറ്ററിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഓക്കെ, സോ ഇൻറ്റു E1ൻ്റെ വാല്യൂ 70 × 10⁹ Nm/m² എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അതിനെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ² കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റു ഒരു 10⁻⁻6 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഈയുടെ വാല്യൂ 70 × 10⁻³ എന്ന് വരും. 10⁻9 × 10⁻⁻6 മീറ്റർ²നെ മില്ലിമീറ്റർ² കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ എലമെൻറ്റ്. ഞാൻ പറഞ്ഞു ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതിൻ്റെ ഒരു 3D ജോമെട്രി പോലെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെയാണ് ആ എലമെൻറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്, ഇതാണ് രണ്ടാമത്തെ എലമെൻറ്റ്. ഇപ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റ് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത് 2400 എന്നുള്ളത്. ദെൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് തന്നെയാണ് നമുക്കിവിടെ ഗിവൺ ചെയ്തേക്കുന്ന 300 എന്ന ലെങ്ത്. ഓക്കെ, സോ ഇൻറ്റു 300, ദെൻ 1 minus 1 minus 1 1 ഇൻറ്റു U1 U2. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ സ്റ്റേജിൽ U1 U2ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സിനെ പറ്റി ഒന്നും പറയണ്ട, കാരണം ഫൈനലി അസംബ്ലി ചെയ്തതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ആലോചിക്കാം. ദെൻ ഞാനിപ്പോൾ കൺസിഡർ ചെയ്ത രണ്ടും ഒരേ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സും ഒരേ ഡയമെൻഷനുള്ള എലമെൻറ്റ്സും ആയിരുന്നുവെങ്കിൽ എനിക്ക് AE/Lൻ്റെ വാല്യൂ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഫൈനൽ അസംബ്ലിയുടെ സ്റ്റെപ്പ് വരെയും ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ
എല്ലാ വാല്യൂസും ഡിഫറെൻ്റ് ആണ്. ഏരിയ ഡിഫറെൻ്റ് ആണ്, ഇ ഡിഫറെൻ്റ് ആണ്, ലെങ്ത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഈ സ്റ്റെപ്സിൽ വെച്ച് തന്നെ ഇത് സോൾവ് ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സോ ഈ 2400 ഇൻറ്റു 70 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 300 എന്ന വാല്യൂ നമുക്ക് സോൾവ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. 10 divided by 300 we'll get 5.6 into 10⁻⁵ എന്ന് കിട്ടും. ഓക്കെ, 5.6 into 10⁻⁵ into 1 minus 1 minus 1 1 u1 u2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോഴും നമുക്ക് ഈ 5.6 എന്ന് പറയുന്ന വാല്യൂ ഇട്ടേക്കാൻ പറ്റില്ല, കാരണം അതിവിടെ കടന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും ഡിഫിക്കൽട്ടി ആയിരിക്കും. സോ നമ്മൾ ഈ 5.6 എന്നുള്ളതിനെ അകത്തോട്ട് കൊണ്ടുപോകും. 1 ഇൻറ്റു 10⁻⁵ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അകത്തെ വാല്യൂ 5.6 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലിക്കേഷൻ 5.6 minus 5.6 minus 5.6 and 5.6 into u1 u2 എന്നൊരു ഇക്വേഷൻ. ഓക്കെ, ഇത്രയും കിടക്കട്ടെ. ഇനി ഇതേപോലെ സിമിലർലി ഫോർ ദ എലമെൻറ്റ് നമ്പർ 2 നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. f2 f3 is equal to ae by l into 1 minus 1 minus 1 1 u1 u2 തന്നെയാണ്. രണ്ടാമത്തെ എലമെൻറ്റ് കേസിൽ വരുമ്പോഴത്തേക്കും ae by l, എയുടെ വാല്യൂ വി ഹാവ് 600, ദെൻ ഇയുടെ വാല്യൂ 200 ഇൻറ്റു 10⁻⁹ എന്നാണ്. സോ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 200 ഇൻറ്റു 10⁻³ എന്ന് വരും. ദെൻ ലെങ്ത്ത് 400 ആണ്. 1 minus 1 minus 1 1 ഇൻറ്റു u2 u3. സോറി, ഇവിടെ u2 u3 ആണ് രണ്ടാമത്തെ എലമെൻറ്റ് കേസ്. ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ വാല്യൂ ലെസ് 3 ഇൻറ്റു 10⁻⁵ 1 minus 1 minus 1 1 എന്ന് കിട്ടും. 2/4 കിട്ടും u2 u3. ഓക്കെ, ഇവിടെ നമ്മളിവിടെ 1 ഇൻറ്റു 10⁻⁵ എന്നാണ് എഴുതിയേക്കുന്നത്. സോ അതേ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെയും ഒരു 1 ഇൻറ്റു 10⁻⁵ മാത്രം പുറത്തിട്ടിട്ട് ബാക്കി അകത്ത് കൊണ്ടുപോകുക. എന്താ ബാക്കിയുണ്ട്? 3 മാത്രമേ ഉള്ളൂ. 3 minus 3 minus 3 3 ഇൻറ്റു u2 u3. ഓക്കെ, സോ നമുക്ക് 1 and 2 എന്നത് രണ്ട് എലമെൻറ്റ്സിൻ്റെയും കേസിലുള്ള എലമെൻ്റൽ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ അസംബിൾ ചെയ്യാം. അസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്. 3 ഫോഴ്സസ് ഉണ്ട്, F1 F2 F3. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു നോഡിൽ ഫോഴ്സ് വാല്യൂ. F2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന P എന്ന് പറയുന്നതിൻ്റെ പോയിന്റിൽ നോഡിലെ വാല്യൂ. 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നോഡിലെ വാല്യൂ. ഓക്കെ, നമ്മൾ ഈ ഓരോ സെക്ഷനെയും ഓരോ 1 ഡയമെൻഷണൽ ബാർ എലമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റിനും 2 നോട്ട്സ് വീതമുണ്ട്. അപ്പം ഫസ്റ്റ് എലമെൻറ്റിന് 1 2 എന്ന 2 നോട്ട്സ്, രണ്ടാമത്തെ എലമെൻറ്റിനാകുമ്പോൾ ഈ 2 and 3 എന്ന് പറയുന്ന 2 നോട്ട്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തിരുന്നത്. സോ F1 F2 F3 കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാം. 1 ഇൻറ്റു 10⁻⁵ രണ്ടിടത്തും കോമൺ ആണ്. ദെൻ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂ എഴുതുമ്പോഴാണ് നമ്മൾ മുമ്പ് പഠിച്ച അസംബ്ലി ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ആ ഒരു ലോജിക്ക് യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ F1 F2, ഓക്കെ, ഞാൻ u1 u2 u3 എഴുതിയേക്കാം. u1 u2 u3. ഓക്കെ, സോ ആദ്യത്തെ F1 F2 u1 u2 ഈ റിലേഷനിൽ നമ്മുടെ മെട്രിക്സിനകത്ത് വരുന്ന വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 5.6 minus 5.6 minus 5.6 and 5.6. ഇത്രയുമാണ് F1 F2 ആൻഡ് u1 u2 റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് F2 F3 u2 u3 റിലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3 minus 3 minus 3 സോറി minus 3 and 3 എന്നാണ്. ഓക്കെ, അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആദ്യത്തെ എലമെൻ്റ് കേസിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ്. ദെൻ ഇവിടെ വരുന്നതാണ് രണ്ടാമത്തെ എലമെൻ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. റിമൈനിങ് ഉള്ള ടേംസ് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് 1 ഇൻറ്റു 10⁻⁵ ഇൻറ്റു
5.6 minus 5.6 0 minus 5.6 8.6 5.6 plus 3 8.6 then minus 3 0 plus 3 and minus 3 into u1 u2 u3 ഓക്കെ ഇതായിരിക്കും നമ്മുടെ അസംബ്ലി പോർഷൻ ഓക്കെ ഇനി നമുക്ക് ഈ അസംബിൾ ചെയ്ത് കിട്ടിയേക്കുന്ന ഇക്വേഷനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡേറ്റാസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ കിട്ടിയേക്കുന്ന ഇപ്പം ഈ ഒരു മെട്രിക്സിന് 1 × 10⁵ ഇൻറ്റു ഈ മെട്രിക്സിനാണ് നമ്മൾ ടോട്ടലി ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ വരുന്ന പോർഷൻസ് എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്നും പറയും സോ നമ്മുടെ ഇക്വേഷൻ F1 F2 F3 ഇൻറ്റു ആ സ്റ്റിഫ്നെസ് മെട്രിക്സ് വാല്യൂ ഇൻറ്റു u1 u2 u3 ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഡേറ്റാസായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പോർഷനും ഫിക്സ്ഡ് ആണ് അതായത് നോട്ട് നമ്പർ 1 ആൻഡ് നോട്ട് നമ്പർ 3 ഇത് രണ്ടും ഫിക്സഡ് എൻഡുകളാണ് ഫിക്സഡ് എൻഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ലെറ്റ്സ് റൈറ്റ് നോട്ട് 1 and 3 are fixed. That means u1 is equal to u3 is equal to 0 ആണ് ഫിക്സഡ് നോട്ട്സ് ആയതുകൊണ്ട് തന്നെ u1ലും u3ലും ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഓക്കെ ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കേസ് അറ്റ് പോയിൻറ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡിവൈഡ് ചെയ്തനുസരിച്ച് നോഡ് 2 ആണ് ഓക്കെ ആ ഒരു പോയിന്റിൽ വി ഹാവ് ദ ഫോഴ്സ് F2 is equal to 200 into 200 കിലോ ഉണ്ട് ഓക്കെ 200 into 10⁻³ ന്യൂട്ടൺ ഫോഴ്സ് ആണ് അവിടെ ഉള്ളത് ഓക്കെ ദെൻ അഗെയിൻ നോട്ട്സ് 1 and 3 ഫിക്സ്ഡ് ആയതുകൊണ്ട് F1 is equal to F3 equal to 0 ആയിരിക്കും കാരണം അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ് ആയതുകൊണ്ട് അവിടെ ഫോഴ്സ് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല ഇനി ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ നമ്മുടെ ആ ഒരു അസംബിൾഡ് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ആ ഒരു ഫൈനൽ ഇക്വേഷനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എങ്ങനെ വരും ഒരു ഇക്വേഷൻ വാസ് F1 F2 F3 F1ൻ്റെ വാല്യൂ 0 F2ൻ്റെ വാല്യൂ 2 × 10⁵ 200 × 10⁵ എന്നുള്ളതിനെയാണ് ഞാൻ 2 × 10⁵ എന്ന് എഴുതിയിരിക്കുന്നത് F3 is equal to 0 F1 F2 F3യുടെ വാല്യൂസ് ആണ് ഈ എഴുതിയിരിക്കുന്നത് ഓക്കെ ദെൻ ഇക്വേഷൻ അനുസരിച്ച് 1 × 10⁵ ഇൻറ്റു 5.6 minus 5.6 minus 5.6 then 8.6 minus 3 minus 3 3 ഒരു സെക്കൻഡ് ഞാൻ ഈ ഇക്വേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നേ -3 and +3 ആണ് ഓക്കെ ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ u1ലെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് u2ലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊരു വാല്യൂ ഉണ്ട് ഇന്നിപ്പോൾ നമുക്കത് മാത്രം കണ്ടുപിടിച്ചാൽ മതി ദെൻ u3ലെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 0 ആണ് ഓക്കെ ക്ലിയർ ദെൻ ഈ ഒരു മെട്രിക്സ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇഫ് ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ u1 u3 എന്ന് പറയുന്ന വാല്യൂസ് 0 എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഫ് ഈ വാല്യൂസ് 0 ആണ് എങ്കിൽ ആ മെട്രിക്സിൻ്റെ ആ ഒരു സോൾവിങ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിലുള്ള ഈ ഒരു ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ ദാറ്റ് ഈസ് ഇഫ് u1 is equal to 0 നമ്മൾ എഴുതിയിരിക്കുന്ന ജോമെട്രിയിൽ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 0 ആണ് എങ്കിൽ നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതുപോലെ തന്നെ u3 is equal to 0 എന്നും പറഞ്ഞിട്ടുണ്ട് സോ ഈ മെട്രിക്സിലെ തേർഡ് റോ ആൻഡ് തേർഡ് കോളം അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓക്കെ കാരണം ആ ഒരു ലോജിക് വെച്ച് നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് u2ൻ്റെ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും ഓരോ ഇക്വേഷൻസും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് u2ന് ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും അത് തെറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് u1 is equal to 0 വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നെഗ്ലക്റ്റ് ചെയ്യും ഓക്കെ സോ ഇനിയിപ്പോൾ ഇക്വേഷൻ വളരെ സിമ്പിളാണ് ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ
F1 F2 നമ്മൾ ഇനി എടുക്കണ്ട, കാരണം ആ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട്. സോ വി ഹാവ് റിമൈനിങ് 2 into 10 raised to 5 is equal to 8.6 1 into 10 raised to 5 into 8.6 U2. ഇത്രയും മാത്രമേ നമുക്കിനി റിമൈനിങ് ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ റൈറ്റ് 8.6 U2 is equal to 2 എന്ന് വരും, കാരണം രണ്ടിടത്ത് ഒരു 10 raised to 5 കോമൺ ഉണ്ട്. അതിൽ നിന്ന് U2 is equal to 2 divided by 8.6. Get the value as 2 divided by 8.6. 0.2325 എന്ന് കിട്ടും. ഓക്കെ, നമ്മളെല്ലാം ചെയ്തത് മില്ലിമീറ്ററിലായതുകൊണ്ട് U2 എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ മില്ലിമീറ്ററിലായിരിക്കും. ക്ലിയർ? ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് സ്ട്രെസ്സിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. വി നോ സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് E ഇൻറ്റു du ബൈ dx ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കേസിൽ സിഗ്മ 1 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് യങ്സ് മോഡുലസ് വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 70 ഇൻറ്റു 10 റൈസ് ടു 3 എന്നാണ്, ഇൻറ്റു du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കേസിൽ U1 U2 വാല്യൂസ് ഉണ്ടെങ്കിൽ U2 മൈനസ് U1 ആണ് അവിടുത്തെ du എന്ന് പറയുന്ന വാല്യൂ. ടു ലെങ്ത് L is equal to 300. ഓക്കെ, സോ du by dx നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻറ്റു U2 മൈനസ് U1 ഡിവൈഡഡ് ബൈ L1 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 70 ഇൻറ്റു 10 റൈസ് ടു 3 ഇൻറ്റു U2ൻ്റെ വാല്യൂ എത്ര കിട്ടിയാൽ നമുക്ക് 0.2325 മൈനസ് U1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 0 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്ത് 300. സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് അസ് 54.25 ന്യൂട്ടൺ പെർ mm² എന്ന് വരും. ഓക്കെ, സിമിലർലി രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കേസിൽ സിഗ്മ 2 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ എലമെൻറ്റ് യങ്സ് മോഡുലസ് വാല്യൂ E എന്ന് പറയുന്നത് 200 ഇൻറ്റു 10 റൈസ് ടു 3 ആണ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാനുള്ളത് U3 മൈനസ് U2 എന്നാണ്, ഡിവൈഡഡ് ബൈ L2. U3യുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 0 ആണ്, ആൻഡ് U2വിനൂടെ വാല്യൂ ഉണ്ട്. ഓക്കെ, സോ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് നെഗറ്റീവ് വാല്യൂ വരുന്നത്, കാരണം U3 0യും മൈനസ് U2 മൈനസ് 0.2325 എന്നൊരു വാല്യൂ ഉണ്ട്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും മൈനസ് 116.25 ന്യൂട്ടൺ പെർ mm². ഓക്കെ, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെൻറ്റിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്ട്രെസ്സും രണ്ടാമത്തേൽ നെഗറ്റീവ് സ്ട്രെസ്സുമാണ്. അതായത് ഒന്ന് എക്സ്പാൻഷൻ സ്ട്രെസ്സും രണ്ടാമത്തെ കംപ്രസീവ് സ്ട്രെസ്സുമാണ് ആക്ട് ചെയ്യുന്നതാണ് എൻ്റെ മീനിങ്. ക്ലിയർ? ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്ന റിയാക്ഷൻ ഫോഴ്സ്. റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. റിയാക്ഷൻ ഫോഴ്സ് R ഇസ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് മെട്രിക്സ് K ഇൻറ്റു എലമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ഫോഴ്സ് വെക്റ്റർ. ഓക്കെ, ഇതാണ് റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അതായത് നമ്മളൊരു ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് എത്ര എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് ഈ K എന്ന് പറയുന്ന വാല്യൂ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂ ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് രണ്ടാമത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ റിയാക്ഷൻ ഫോഴ്സ് R1 R2 R3 is equal to Kയുടെ വാല്യൂ 1 into 10 raised to 5, then 5.6 minus 5.6 minus 5.6 8.6 minus 3 and 3 0 into Uൻ്റെ വാല്യൂ U1 U2 U3 minus F1 F2 F3 ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ്. 1 into 10 raised to 5 into 5.6 minus 5.60 minus 5.6 8.6 minus 3 0 minus 3 into U1ൻ്റെ വാല്യൂ ഐ ഹാവ് 0, U2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 0.2325, U3യുടെ വാല്യൂ 0. ദെൻ ഫോഴ്സസിൻ്റെ വാല്യൂ F1 is 0, F2 എന്ന് പറയുന്നത് 2 into 10 raised to 5, F3 എന്ന് പറയുന്നത് 0. ഓക്കെ, സോ ഇത് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ഫൈനലി R1 R2 R3 is equal to minus 1.302 and
0 മൈനസ് 0.6975 ഇൻറ്റു 1 ഇൻറ്റു 10⁵ എന്ന് വരും വാല്യൂ. അതായത് R1ൻ്റെ വാല്യൂ -1.302 ഇൻറ്റു 10⁵ ന്യൂട്ടൺ. R2ൽ റിയാക്ഷൻ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല, 0. R3ൽ 0.6975 ഇൻറ്റു 10⁵ ന്യൂട്ടൺ ആണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് കിട്ടും. ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് നോട്ടിലുണ്ട്.